ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മുടെ ബയോളജി സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് അറിവിൻ്റെ വാതായനങ്ങൾ എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ഇപ്പോൾ ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 1ഉം 2ഉം ചാപ്റ്ററുകളായിട്ട് ഒരു 12ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിൽ മാഷ് നൽകിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ണ് അഥവാ ഐ, അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. വിശദമായിട്ട് തന്നെ നമ്മളത് കണ്ടു. ഒരു ലിവിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പോത്തിൻ്റെ കണ്ണ് മുറിച്ച് അത് ഡിസെക്റ്റ് ചെയ്ത് അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നമ്മൾ കണ്ണിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഏതാണ്ട് ഇപ്പോൾ ഒരു ധാരണ നമുക്കുണ്ട്. കണ്ണിന് ഗോളാകൃതിയാണ്, ബോൾ ഷേപ്പ്ഡ്. അതുപോലെ തന്നെ കണ്ണിന് 3 ലെയേർഡ് സ്ട്രക്ചറാണ്, 3 പാളികൾ കണ്ണിനുണ്ട്. അത് നമുക്കറിയാം. ഔട്ടർ ലെയർ സ്ക്ലീറ അഥവാ ദൃഢപടലം, മിഡിൽ ലെയർ കൊറോയിഡ് അഥവാ രക്തപടലം, ഇന്നർ ലെയർ റെറ്റിന അഥവാ ദൃഷ്ടിപടലം. റെറ്റിനയുടെ ചില സവിശേഷതകളൊക്കെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചു. കൂടുതലായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ കാണും. ഇനി അത് കൂടാതെ മറ്റ് കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. കോർണിയ, ഐറിസ്, ലെൻസ്, അതുപോലെ തന്നെ അക്വസ് ചേംബർ, അതിൽ അക്വസ് ഹ്യൂമർ, അക്വസ് ദ്രവം, വിട്രിയസ് ചേംബർ, അതിൽ വിട്രിയസ് ദ്രവം. പിന്നെ റെറ്റിനയിലെ ഒരു പ്രത്യേക ഭാഗങ്ങൾ, 2 ഭാഗങ്ങൾ, യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു, അതുപോലെ തന്നെ അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ട്. അതായത് റെറ്റിനയിൽ നേത്രനാഡി കണക്ട് ചെയ്യുന്ന ഭാഗം, ജോയിനിങ് പാർട്ട് ഓഫ് ദി ഒപ്റ്റിക് നെർവ് ഇൻ റെറ്റിന ഈസ് നോൺ ആസ് ബ്ലൈൻഡ് സ്പോട്ട് അഥവാ അന്ധബിന്ദു. ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയാൻ കാരണം അവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള റോഡ് സെല്ലും കോൺ സെല്ലും, അങ്ങനൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൂടുതൽ നമ്മൾ ഈ ക്ലാസ്സിൽ കേൾക്കും. അത് തീരെയില്ല. അപ്പോൾ അവിടെ കാഴ്ച ശക്തി ഇല്ല, ബ്ലൈൻഡാണ് അവിടെ. അതുകൊണ്ടാണ് അതിന് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടേം നിങ്ങൾ അവിടെ കണ്ടു, യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു. അത് റെറ്റിനയിൽ ഒരു പ്രത്യേക ഭാഗത്ത് കോൺ സെല്ലുകൾ കൂടുതലുണ്ട്. ആ ഭാഗമാണ് അവിടെ കാഴ്ചശക്തി ഏറ്റവും കൂടുതലായിട്ടാണ് കാണപ്പെടുക. ആ ഭാഗത്തിനാണ് നമ്മൾ യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദു എന്ന് പറയുക. നമ്മളൊരു വസ്തുവിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇമേജ് രൂപപ്പെടുന്നത് പീതബിന്ദുവിലാണ്, യെല്ലോ സ്പോട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇമേജ് രൂപപ്പെടുന്ന കാര്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇമേജ് രൂപപ്പെടുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. നമ്മളത് ഈ ക്ലാസ്സിൽ നമ്മളത് കാണും. ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ, പ്രധാനമായിട്ടും ഏതെല്ലാം പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വിക്ടേഴ്സ് ചാനലിൽ ഒരു 12ഓളം ക്ലാസ്സുകൾ മൊത്തം നമുക്ക് കിട്ടി, 1ഉം 2ഉം പാഠങ്ങളായിട്ട്. അപ്പോൾ 12ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ടും ഇമേജ് രൂപപ്പെടുന്നതും 11ഉം 12ഉം ക്ലാസ്സുകളിലായിട്ട് 11ലും 12ലും ഒക്കെ ആയിട്ട് നമ്മൾ ഇമേജ് രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കണ്ണിലുള്ള ലെൻസിൻ്റെ പ്രത്യേകത, അതേപോലെ തന്നെ പ്യൂപ്പിൾ, കൃഷ്ണമണിയുടെ പ്രത്യേകത, അവയുടെ സവിശേഷതകൾ, പെക്യുലാരിറ്റീസ്, ഇതെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദി ഐ, കണ്ണിലെ പ്രകാശ ക്രമീകരണം, ഫോർമേഷൻ ഓഫ് ഇമേജ്, പ്രതിബിംബം രൂപപ്പെടൽ, ഫോട്ടോ റിസപ്റ്റേഴ്സ് ആൻഡ് വിഷൻ, പ്രകാശഗ്രാഹികളും കാഴ്ചയും, അതുപോലെ തന്നെ ബൈനോക്കുലർ വിഷൻ, ദ്വിനേത്ര ദർശനം, 2 കണ്ണുകൾ നമുക്കുണ്ട്, 2 കണ്ണിലൂടെ നമ്മൾ കാണുന്നു.
അതിൻ്റെ സവിശേഷതയുണ്ട്. നമ്മളത് കൂടുതലായിട്ട് നമ്മൾ അത് ചർച്ച ചെയ്യും. ഇഫക്ട്സ് ആൻഡ് ഡിസീസസ്, നേത്ര വൈകല്യങ്ങളും രോഗങ്ങളും. ദെൻ ഒരെണ്ണം കൂടിയുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്, നേത്ര സംരക്ഷണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റേഡിയൽ പേശികൾ, വലയ പേശികൾ, കണ്ണിലെ പ്രകാശ ക്രമീകരണത്തിൽ നമ്മുടെ കൃഷ്ണമണിയെ സങ്കോചിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യാനായിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് മസിൽസാണ് റേഡിയൽ മസിൽസും വലയ പേശികൾ അഥവാ സർക്കുലർ മസിൽസും. ദി സർക്കുലർ ആൻഡ് റേഡിയൽ മസിൽസ് ഇൻ ദി ഐറിസ് റെഗുലേറ്റ് ദി സൈസ് ഓഫ് ദി പ്യൂപ്പിൾ. ഐറിസിലാണ് ഇവർ സ്ഥിതി ചെയ്യുന്നത്. അതായത് കൃഷ്ണമണിക്ക് ചുറ്റുമായിട്ട് കാണപ്പെടുന്ന ഐറിസിലാണ് ഇത് നമ്മൾ കാണപ്പെടുക. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ കാണാം, ദി സർക്കുലർ ആൻഡ് റേഡിയൽ മസിൽസ് ഇൻ ദി ഐറിസ് റെഗുലേറ്റ് ദി സൈസ് ഓഫ് പ്യൂപ്പിൾ. ഐറിസിലെ റേഡിയൽ വലയ പേശികളാണ് കൃഷ്ണമണിയുടെ വലുപ്പം ക്രമീകരിക്കുന്നത്. അങ്ങനെ ക്രമീകരിക്കുന്നത് മൂലമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ച സാധ്യമാകുന്നത്. കൃത്യമായിട്ടുള്ള ഒരു വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ നമ്മുടെ കണ്ണിലേക്ക് പതിക്കാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ നോക്കിയാൽ കാണാം, തീവ്ര വെളിച്ചത്തിൽ കൃഷ്ണമണി ചുരുങ്ങിയിരിക്കുന്നതും മങ്ങിയ വെളിച്ചത്തിൽ കൃഷ്ണമണി വികസിച്ചിരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യം നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്നത് റേഡിയൽ പേശികളുടെയും വലയ പേശികളുടെയും സംയുക്തമായിട്ടുള്ള പ്രവർത്തന വഴിയായിട്ടാണ് ഇത് സാധ്യമാകുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ ഇവിടെ നമുക്ക് നോക്കാം, കൃഷ്ണമണി വികസിച്ചിരിക്കുന്നു. തീവ്രപ്രകാശം അഥവാ ഇന്റൻസ് ലൈറ്റിൽ കൃഷ്ണമണി ചുരുങ്ങിയിരിക്കുന്നു. അതിനെ വലയ പേശികളും റേഡിയൽ പേശികളും, അതായത് റേഡിയൽ മസിൽസ് ആൻഡ് സർക്കുലർ മസിൽസ്, എന്ത് പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നിപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇൻ ഡിം ലൈറ്റ് റേഡിയൽ മസിൽസ് കോൺട്രാക്ട്, പ്യൂപ്പിൾ ഡൈലേറ്റ്സ്. ഇൻ ഇന്റൻസ് ലൈറ്റ് സർക്കുലർ മസിൽസ് കോൺട്രാക്ട്, പ്യൂപ്പിൾ കോൺട്രാക്ട്സ്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു, അപ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു, അപ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. നമ്മൾ ഈ ചിത്രം കൂടി നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ദെൻ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ഇമേജ്, പ്രതിബിംബം രൂപപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് ഇത് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലും മറ്റുമൊക്കെ ആയിട്ട് ഫിസിക്സിലും മറ്റൊക്കെ ആയിട്ട് പഠിച്ചതാണ്. പ്രതിബിംബത്തിന്റെ പ്രത്യേകത, പ്രതിബിംബം രൂപപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രതിബിംബത്തിന്റെ പ്രത്യേകത. അത് ചെറുതാണ്, സ്മോൾ, തലകീഴായത്, അതായത് ഇൻവേർട്ടഡ്, യഥാർത്ഥം, റിയൽ. ഇതാണ് ഒരു പ്രതിബിംബത്തിന്റെ സവിശേഷത. കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതയായിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്. കണ്ണിലെ ലെൻസിന്റെ സവിശേഷത എന്താണെന്നറിയാമോ? അവയ്ക്ക് സ്വയം ഫോക്കൽ ദൂരം ക്രമീകരിക്കുവാൻ കഴിയും. അതിന് സഹായകമാവുന്നത് ലെൻസിനോട് ചേർന്നുള്ള സീലിയറി പേശികളുടെയും സ്നായുക്കളുടെയും പ്രവർത്തനമാണ്. ഫോക്കൽ ദൂരം സ്വയം ക്രമീകരിക്കാൻ കഴിയുന്നതുകൊണ്ട് അടുത്തും അകലെയും ഉള്ള വസ്തുക്കളെ കാണുവാൻ നമുക്ക് കഴിയുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ലെൻസിന്റെ വക്രത കുറയുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു, പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്നു. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു, റെറ്റിനയിൽ തന്നെ പ്രതിബിംബം രൂപപ്പെടുന്നു. ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്നതിൽ സീലിയറി പേശികളും സ്നായുക്കളും മുഖ്യ പങ്കുവഹിക്കുന്നു. The human eye. We know that a lens is an optical device that transmits and refracts light. Our eyes too have lenses that enable us to see objects around us. Let us see how the eye is put together and how it works. At the very front of the eye is a transparent structure called the cornea that helps to focus incoming light. Behind the cornea is the iris. The iris has a circular opening called the pupil. The pupil expands or contracts depending on the amount of light entering the eye. Situated behind the pupil is a colorless, transparent, crystalline, convex lens surrounded by the ciliary muscles. The muscles hold the lens in place and help to change the focal length by adjusting the curvature of the lens. To view a distant object, the muscles relax, the lens becomes thin
and its focal length increases. To view a nearby object, the muscles contract, the lens becomes thick, and its focal length decreases. This ability to adjust its focal length is called the power of accommodation of the eye. The image formed by the lens is a real inverted image of the object that then strikes the retina. The light-sensitive cells in the retina convert the light into electric signals that are relayed to the brain. The brain converts these electrical signals into the images that we see. വസ്തുവിലേക്കുള്ള അകലമനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ക്രമീകരിച്ച് റെറ്റിനയിൽ തന്നെ പ്രതിബിംബം രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവാണ് കണ്ണിന്റെ സമഞ്ജനക്ഷമത. ദി എബിലിറ്റി ഓഫ് ദി ഐ നമുക്ക് വായിക്കാം. ടു അഡ്ജസ്റ്റ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ് ടു ഫോം ദി ഇമേജ് ഓൺ റെറ്റിന ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ദി പവർ ഓഫ് അക്കോമഡേഷൻ. ഈ ഒരു എബിലിറ്റി കണ്ണിനുള്ളത് കൊണ്ടാണ് കൃത്യമായി കണ്ണിന് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ ഭാഗങ്ങൾക്കുള്ള ഈ സവിശേഷത കൊണ്ടാണ് നമ്മളൊരു വസ്തുവിനെ കൃത്യമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്, സീലിയറി മസിൽസ് നമുക്ക് കാണാം. നിയർ ഒബ്ജക്റ്റ്, അതിൽ ഇവിടെ പ്രധാനമായിട്ടും ലെൻസിന്റെ വക്രതയിൽ വരുന്ന ആ ഒരു കർവേച്ചറിൽ വരുന്നൊരു വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ സീലിയറി മസിൽസ്, അതുപോലെ തന്നെ ഡിസ്റ്റന്റ്, നമുക്ക് സാധാരണ നമ്മുടെ കണ്ണിൽ ദൂരക്കാഴ്ചയാണ്. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വസ്തുവിനെ നോക്കുമ്പോൾ ലെൻസിന്റെ വക്രതയിൽ കർവേച്ചറിൽ വ്യത്യാസം വരുത്തുന്നു. സീലിയറി മസിൽസിന്റെ സഹായത്തോട് കൂടിയിട്ടും ലെൻസിന് ഇലാസ്തികതയുണ്ട്. അപ്പോൾ അതിനെ രൂപപ്പെടുത്തുന്നു. ലെൻസിന്റെ ആ ഒരു സവിശേഷത ഇലാസ്തികത ഉപയോഗിച്ചുകൊണ്ട് സീലിയറി മസിലിന്റെ സഹായത്തോടു കൂടി കർവേച്ചറിൽ വക്രതയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് അടുത്തുള്ള വസ്തുവിനെ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രതിബിംബം കണ്ണിൽ പതിക്കത്തക്ക രീതിയിൽ നമ്മൾ സഹായിക്കുന്നു. നമുക്കിവിടെ ഒരു പട്ടിക നമുക്കിവിടെ കാണാവുന്നതാണ്. അതിൽ നമുക്ക് കൃത്യമായിട്ടും അടുത്തും ഉള്ള വസ്തു, വ്യൂവിങ് ഡിസ്റ്റൻസ് ഒബ്ജക്ട്സ്, വ്യൂവിങ് നിയർ ഒബ്ജക്ട്സ്, അടുത്തും അകലെയുമുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഭാഗങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് അത് നമുക്ക് സാധ്യമാകുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുക. വ്യൂവിങ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ്, അകലെയുള്ള വസ്തുക്കൾ, അതാണ് നമ്മുടെ സാധാരണ കണ്ണിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൂരക്കാഴ്ചയാണ്. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കണ്ണ് സാധാരണ അവസ്ഥയിൽ നിൽക്കുന്ന രീതിയാണ് പറയുന്നത്. പിന്നെ നമുക്കതിലൊരു വ്യത്യാസം വരിക നമ്മൾ അടുത്തുള്ള വസ്തുവിനെ വ്യൂവിങ് നിയർ ഒബ്ജക്ട്സ് ആകുമ്പോഴാണ് നമ്മൾ ആ മാറ്റങ്ങൾ സംഭവിക്കുക. സീലിയറി മസിൽ റിലാക്സ് ചെയ്യും, അതായത് വിശ്രമാവസ്ഥയിലാണ് സാധാരണ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. നമ്മൾ ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ദൂരേക്കാണ് നമ്മുടെ ഒരു നോട്ടം എന്ന് നമ്മൾ പറയും. നമ്മുടെ കണ്ണിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതുപോലെ തന്നെ ലിഗ്മെന്റ്സ് അഥവാ സ്നായുക്കൾ സ്ട്രെച്ച് ചെയ്യുന്നു, വലിയുന്നു. കർവേച്ചർ ഓഫ് ദി ലെൻസിന്റെ വക്രത ഡിക്രീസസ്, കുറയുന്നു. ഫോക്കൽ ലെങ്സ്, അതായത് ഫോക്കസ് ദൂരം ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. അതേസമയം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന്റെ ഒരു വിപരീത ഒരു ഓപ്പോസിറ്റ് അവസ്ഥകളാണ്. വ്യൂവിങ് നിയർ ഒബ്ജക്ട്സ്, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ കോൺട്രാക്ട്, സീലിയറി മസിൽസ് കോൺട്രാക്ട് അഥവാ സങ്കോചിക്കുന്നു. ലിഗ്മെന്റ്സ് അഥവാ സ്നായുക്കൾ ലൂസൻ, അഴയുന്നു. ദെൻ കർവേച്ചർ ഓഫ് ദി ലെൻസിന്റെ വക്രതയിൽ ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ എന്തുണ്ടാവും? ഫോക്കസ് ദൂരം കുറയും, ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടേബിളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പ്രകാശഗ്രാഹികളും കാഴ്ചയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തത്. അവിടെ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് പ്രകാശഗ്രാഹികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് റോഡ് സെല്ലുകളും കോൺ സെല്ലുകളുമാണ്. അതിൻ്റെ ആകൃതിക്കനുസരിച്ച്, അതിൻ്റെ ആകൃതി നമുക്ക് അറിയാം, കണ്ടോ, റോഡ് ഷേപ്പാണ്, റോഡ് ആകൃതി. ഇത് കോൺ ഷേപ്പാണ്, കോൺ ആകൃതി. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയായ റെറ്റിനയിലാണ് പ്രകാശഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അവർ കാണപ്പെടുന്നത്. അത് രണ്ട് തരമുണ്ട്, റോഡ് സെല്ലുകളും കോൺ സെല്ലുകളും.
റെറ്റിനയിലെ പ്രകാശഗ്രാഹികളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാഴ്ച നൽകുന്നു. നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതും കോൺ കോശങ്ങളാണ്. റോഡ് കോശങ്ങൾക്ക് ഗ്രഹണശക്തി നൽകുന്നത് റോഡോപ്സിൻ എന്ന വർണ്ണകവും കോൺ കോശങ്ങൾക്ക് ഗ്രഹണശക്തി നൽകുന്നത് ഫോട്ടോപ്സിൻ എന്ന വർണ്ണകവുമാണ്. മങ്ങിയ വെളിച്ചത്തിൽ റോഡോപ്സിൻ വിഘടിച്ച് ഓപ്സിനും റെറ്റിനാലുമാകുന്നു. ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ ആവേഗമുണ്ടാകുന്നു. പ്രകാശത്തിന്റെ അഭാവത്തിൽ ഓപ്സിനും റെറ്റിനാലും പുനഃസംയോജിച്ച് റോഡോപ്സിനാകുന്നു. തീവ്രപ്രകാശവും നിറങ്ങളുടെ സാന്നിധ്യവും ഫോട്ടോപ്സിനെ ഓപ്സിനും റെറ്റിനാലുമായി വിഘടിപ്പിക്കുന്നു. വിഘടനം നടക്കുമ്പോൾ ആവേഗങ്ങളുണ്ടാകുന്നു. ഓപ്സിനും റെറ്റിനാലും പുനഃസംയോജിച്ച് ഫോട്ടോപ്സിനാകുന്നു. റോഡോപ്സിന്റെയും ഫോട്ടോപ്സിന്റെയും പ്രവർത്തനം ഉഭയദിശാപ്രവർത്തനമാണ്. 3 തരത്തിലുള്ള കോൺ സെല്ലുകളുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡ് കോശങ്ങളാണ്. തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. അതിൻ്റെ ഉള്ളിലുള്ള പിഗ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഫോട്ടോ റിസപ്റ്റേഴ്സ്, റോഡ് സെല്ല് അഥവാ റോഡ് കോശങ്ങൾ, അതിൽ ഉള്ള വർണ്ണകം അഥവാ പിഗ്മെന്റ് എന്ന് പറയുന്നത് റോഡോപ്സിൻ ആണ്. എന്നാൽ അതിൻ്റെ കോൺ സെല്ലുകളിലുള്ളത് ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് വിഷൻ അണ്ടർ ഡിം ലൈറ്റ്, അതാണ് റോഡ് കോശങ്ങളുടെ റോഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ തീവ്രപ്രകാശത്തിൽ വിഷൻ അണ്ടർ ഇന്റൻസ് ലൈറ്റിൽ കാഴ്ച സാധ്യമാക്കുന്നത് കോൺ സെല്ലുകളാണ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൃത്യമായിട്ട് കാണുന്നത്. റോഡ് കോശങ്ങൾ റോഡോപ്സിൻ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. കോൺ സെല്ലുകളിൽ ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു. വൈറ്റമിൻ എയിൽ നിന്നുണ്ടാകുന്ന റെറ്റിനാലും ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അണ്ടർ ഡിം ലൈറ്റ് റോഡോപ്സിൻ ഡിസോസിയേറ്റ് ടു ഫോം റെറ്റിനാൽ ആൻഡ് ഓപ്സിൻ ടു പ്രൊഡ്യൂസ് ഇമ്പൾസസ് ഫ്രം റോഡ് സെൽസ്. മങ്ങിയ പ്രകാശത്തിൽ റോഡോപ്സിൻ വർണ്ണകം റെറ്റിനാലും ഓപ്സിനുമായി വിഘടിക്കുമ്പോൾ റോഡ് കോശങ്ങളിൽ നിന്ന് ആവേഗങ്ങൾ ഉണ്ടാകുന്നു. അണ്ടർ ഇന്റൻസ് ലൈറ്റ് ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ ഡിസോസിയേറ്റ്സ് ടു ഫോം റെറ്റിനൽ ആൻഡ് ഓപ്സിൻ ടു പ്രൊഡ്യൂസ് ഇമ്പൾസസ് ഫ്രം കോൺ സെൽസ്. തീവ്രപ്രകാശത്തിൽ ഫോട്ടോപ്സിൻ, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ റെറ്റിനാലും ഓപ്സിനുമായി വിഘടിക്കും. അതിൻ്റെ ഫലമായിട്ട് കോൺ കോശങ്ങളിൽ നിന്ന് ആവേഗങ്ങൾ ഉണ്ടാകും. Rod cells and cone cells are the photoreceptors in the retina. Rod cells are responsible for vision in dim light. These cells cannot detect color. Cone cells are responsible for vision in bright light and color vision. Rod cells contain the visual pigment called rhodopsin. Cone cells contain the visual pigment called photopsin. In dim light, rhodopsin present in the rod cell dissociates into opsin and retinal. This chemical change leads to the formation of impulses. In the absence of light, this opsin and retinal combines to form rhodopsin. In bright light, photopsin dissociates into opsin and retinal. This chemical change leads to the formation of impulses. Opsin and retinal combines to form photopsin. The action of rhodopsin and photopsin are reversible. പ്രവർത്തനം നമുക്കിവിടെ കാണാം. ഫോട്ടോപ്സിൻ്റെയും റോഡോപ്സിൻ്റെയും പ്രവർത്തനം നമുക്ക് കാണാം. ലൈറ്റിൽ റോഡോപ്സിൻ റെറ്റിനാലും ഓപ്സിനുമായി മാറുന്നു. ഫോട്ടോപ്സിൻ റെറ്റിനാലും ഓപ്സിനും തന്നെയായിട്ട് മാറുന്നു. രണ്ടും ഒരേ നിർമ്മാണ വസ്തുക്കൾ തന്നെയാണ്. ഇത് റിവേഴ്സ് റിയാക്ഷൻ ആണ്, പശ്ചാത് പ്രവർത്തനം എന്ന് പറയും.
റോഡോപ്സിൻ വിഘടിച്ച് റെറ്റിനാലും ഓപ്സിനായി മാറുന്നു. ക്രമേണ അത് സംയോജിച്ച് റോഡോപ്സിനായി മാറുന്നു. ഫോട്ടോപ്സിൻ വിഘടിച്ച് റെറ്റിനാലും ഓപ്സിനായി മാറുന്നു. അത് ജോയിൻ ചെയ്ത് ക്രമേണ ഫോട്ടോപ്സിനായിട്ട് തിരിച്ച് മാറ്റപ്പെടുന്നു. ഇപ്പോൾ ഈ മാറ്റങ്ങളിൽ ഇവിടെ സംഭവിക്കുന്ന ആ മാറ്റങ്ങളാണ് ഇമ്പൾസുകൾ രൂപപ്പെടാനായിട്ട് കാരണം. സ്റ്റിമുലസ് ആയിട്ട് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഉദ്ദീപനമുണ്ടായി. ഇമ്പൾസിൽ ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉദ്ദീപനമുണ്ടായി. സ്റ്റിമുലസ് രൂപപ്പെട്ട് ഇമ്പൾസുകളായി അത് മാറ്റപ്പെടുന്നു. ഇമ്പൾസുകൾ രൂപപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ഈ രാസപ്രവർത്തനമാണ്. ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. വസ്തുവിൽ നിന്നും വരുന്ന ലൈറ്റ്, പ്രകാശം, അത് കണ്ണിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള കോർണിയയിലൂടെ കടന്ന് ഇവിടെ നമുക്ക് കാണാം പ്രകാശം, വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശം കോർണിയയിലൂടെ കടന്ന് രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള അക്വസ് ദ്രവം, അക്വസ് ഹ്യൂമറിലൂടെ കടന്ന് അത് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി, തുടർന്ന് ലെൻസിനെ തുടർന്ന് വിട്രിയസ് ദ്രവം അഥവാ വിട്രിയസ് ഹ്യൂമർ, ഈ കാണുന്ന ഭാഗം വിട്രിയസ് ഹ്യൂമർ, തുടർന്ന് വിട്രിയസ് ഹ്യൂമറിനെ തുടർന്ന് അത് റെറ്റിനയിലാണ് ഉദ്ദീപനം സ്വീകരിക്കുന്ന ഗ്രാഹികൾ അഥവാ ഫോട്ടോ റിസപ്റ്റേഴ്സ്, നമ്മൾ നേരത്തെ കണ്ട റോഡ് കോൺ സെല്ലുകൾ ഉള്ളത്. അത് ഉദ്ദീപനം സ്വീകരിച്ച് ആവേഗം അഥവാ ഇമ്പൾസ് ഉണ്ടാകുന്നു. ആ ഇമ്പൾസ് എന്തിലൂടെ? ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാടിയിലൂടെ നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മൾ സ്റ്റിമുലസ് സ്വീകരിക്കപ്പെട്ട് ഇമ്പൾസ് രൂപപ്പെടുന്ന ഭാഗം. അവിടെ നിന്നും ഒപ്റ്റിക് നെർവ് വഴി അത് എവിടേക്ക് പോകുന്നു? ബ്രെയിനിലേക്ക്. അവിടെ വിഷൻ പോയിന്റ്, കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് അത് എത്തുന്നു. അവിടുന്ന് ബ്രെയിൻ കാഴ്ച നമുക്ക് എന്ന് പറയുന്ന അനുഭവം നമ്മൾ ഉണ്ടാക്കും. സെൻസ് ഓഫ് സൈറ്റ് നമ്മൾക്ക് ഉണ്ടാകുന്നു. ഇതാണ് നമ്മുടെ കാഴ്ചയുടെ പ്രവർത്തനം. അതിൻ്റെ ഫ്ലോ ചാർട്ട്, അതിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ ഫംഗ്ഷനുകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഫ്ലോ ചാർട്ടാണ് നമ്മൾ കണ്ടത്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം ബൈനോക്കുലർ വിഷനാണ്. രണ്ട് കണ്ണുകളിലൂടെ കാണുന്ന കാഴ്ചയെ മസ്തിഷ്കം ഏകോപിപ്പിച്ച് ഒറ്റ ഇമേജാക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് നമ്മൾ സാധാരണ രീതിയിൽ ബൈനോക്കുലർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനം എന്ന പേരിൽ നമ്മൾ പറയുക. അതാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് അതിൻ്റെ വിവരണം ഇവിടെ തന്നിട്ടുണ്ട്. രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ തന്നെ ഫോക്കസ് ചെയ്ത് വസ്തുവിൻ്റെ ത്രിമാന ദൃശ്യം 3D ഇമേജ് ലഭിക്കുന്ന ആ പ്രക്രിയയ്ക്ക്, ആ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വിനേത്ര ദർശനം. ദി എബിലിറ്റി ഓഫ് ബോത്ത് ദി ഐസ് ടു ഫോക്കസ് ഓൺ ദി സെയിം ഒബ്ജക്റ്റ് so as to get a 3D effect image is known as binocular vision. അതാണ് നമുക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. തുടർന്ന് നമുക്ക് കണ്ണിനെ ബാധിക്കുന്ന വൈകല്യങ്ങളും രോഗങ്ങളും അത് നമുക്ക് പഠിക്കാനുണ്ട്. മുൻപ് നമ്മൾ കുറേ പഠിച്ച ഭാഗങ്ങളും ഇതിൽ നമുക്ക് വീണ്ടും പഠിക്കും. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ, നമ്മൾ ലോങ് സൈറ്റ് എന്ന് പറയും. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ, വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം, നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്, സിറോഫ്താൽമിയ, വർണ്ണാന്തത അഥവാ കളർ ബ്ലൈൻഡ്നെസ്, ഗ്ലോക്കോമ, തിമിരം അഥവാ കാട്രാക്ട്, ദെൻ ലാസ്റ്റ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്ടൈവൈറ്റിസ്. The minimum distance at which the eye can see objects clearly is called the near point or least distance of distinct vision. In a normal eye, it is 25 centimeters. The farthest distance up to which the eye can see objects clearly is called the far point of the eye. In a normal eye, it is between 25 centimeters and infinity. The eyes can gradually lose their power of accommodation, resulting in blurred vision due to refractive defects. There are 4 common refractive defects of vision that we shall look at and see how they can be corrected. The first defect we look at is hypermetropia, also known as far or long-sightedness, in which nearby objects cannot be seen clearly as the image is formed behind the retina. This is due to the increase in focal length of the lens and decrease in the length of the eyeball. This defect can be corrected using convex lens of suitable focal length.
The next defect is myopia or short-sightedness, in which distinct objects cannot be seen clearly as the image is formed in front of the retina. This defect may be due to the increase in curvature of the lens or due to the increase in length of the eyeball. This defect can be corrected using concave lens of suitable focal length. The third defect we look at is presbyopia seen in elderly people. Here, nearby objects cannot be seen clearly due to the increase in the distance of the nearest point. This may be due to the weakening of the ciliary muscles or due to the decreased flexibility of the lens. This can be corrected using a convex lens of suitable focal length. At times, both nearby and distant objects cannot be seen clearly, and this can be corrected using bifocal lens. The upper part is concave, correcting distant vision, and the lower part is convex, correcting near vision. Astigmatism is another common problem seen when the image may be clearly focused on the retina in the horizontal plane, but not in the vertical plane. This defect may be due to an irregular curvature of the cornea or lens. This can be corrected using glasses with cylindrical lens. നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്, വിറ്റാമിൻ എയുടെ അഭാവത്താൽ റെറ്റിനാലിന്റെ ഉൽപാദനം കുറഞ്ഞ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് നിശാന്തത. നോ ക്ലിയർ വിഷൻ ഇൻ ഡിം ലൈറ്റ് ഡ്യൂ ടു ലോ പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനാൽ ബൈ ദി ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ. നമുക്കറിയാം റോഡോപ്സിൻ എന്ന് പറയുന്ന ആ വർണ്ണകം അഥവാ പിഗ്മെന്റ് റെറ്റിനാലും ഓപ്സിനും എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ ചേർന്നാണ്. അതിൽ റെറ്റിനാൽ എന്ന് പറയുന്നത് വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെട്ടുണ്ടാകുന്ന ഒരു ഡെറിവേറ്റീവാണ്. അതിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, രോഗാവസ്ഥയാണ് നിശാന്തത. രാത്രിയിലായാൽ കാഴ്ച ആവുക, അതായത് മങ്ങിയ വെളിച്ചം, സന്ധ്യാസമയത്തിൽ പ്രകാശം മങ്ങും, ഡിം ലൈറ്റ് ആവുമ്പോൾ കാഴ്ച കിട്ടാത്ത അവസ്ഥ, നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്നാൽ നേരം വെളുത്ത് തീവ്രപ്രകാശം വരുമ്പോൾ കാഴ്ച അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ അവസ്ഥയാണ് നിശാന്തത. അതുകൊണ്ട് രാത്രിയിൽ കാഴ്ചയില്ലാത്ത ആ ഒരു അവസ്ഥയെയാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് ഇവിടെ പറയുന്നത്. നിശാന്തത പരിഹരിക്കുന്നതിനായിട്ട് വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക ഒരു പരിധിവരെ. ഇതൊരു ഡെഫിഷ്യൻസി ഡിസീസാണ്, ഒരു അപര്യാപ്തത രോഗമാണ്. അപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ ഒരു പരിധിവരെ നിശാന്തതയെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഇപ്പോൾ നിശാന്തത നമ്മൾ പറഞ്ഞു, വിറ്റാമിൻ എയുടെ അഭാവത്താൽ റെറ്റിനാലിന്റെ ഉൽപാദനം കുറഞ്ഞ് കാഴ്ച കുറയുന്ന അവസ്ഥ. അതൊരു പരിധിവരെ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം, ഇലക്കറികൾ, പച്ചക്കറികൾ, മത്സ്യം, പാൽ ഇതൊക്കെ കഴിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു അവസ്ഥ തുടർന്നു പോയാൽ വിറ്റാമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം നമ്മുടെ കണ്ണിന്റെ ഏറ്റവും മുൻപിലുള്ള നേത്രാവരണം അഥവാ കൺജങ്ക്ടൈവ, അതേപോലെ തന്നെ കോർണിയ, ഇത് വരണ്ട് അതാര്യമായി മാറും. അതാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ലൈറ്റ് കടത്തിവിടാൻ പറ്റാത്ത അവസ്ഥ. ക്രമേണ അത് അന്ധത, ടോട്ടൽ ബ്ലൈൻഡ് ആവും. ഈ അവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സിറോഫ്താൽമിയ. കൺജങ്ക്ടൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക് ഡ്യൂ ടു പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. അതാണ് നമ്മൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അടുത്തൊരു ഡിസീസാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നെസ്. നമുക്ക് കളറ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞു കോൺ കോശങ്ങൾ 3 തരത്തിലുള്ള കളറ്, പ്രൈമറി കളറ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന 3 തരം കോൺ കോശങ്ങളുണ്ടെന്ന് പറയും. അതിൻ്റെ അഭാവം മൂലം കണ്ടോ, ഫെയിൽസ് ടു ഡിറ്റക്ട് റെഡ് ഓർ ഗ്രീൻ കളേഴ്സ് ഡ്യൂ ടു ഡിഫക്ട്സ് ഇൻ കോൺ സെൽസ്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പോ പച്ചയോ തിരിച്ചറിയാൻ കഴിയാതാവുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർണ്ണ അന്ധത എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ അത് വളരെ നമുക്കത് ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. നിറം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് നമുക്ക് എത്തും. നമ്മുടെ വർണ്ണ നിറഞ്ഞ നമ്മുടെ ഈ ലോകം വർണ്ണം നഷ്ടപ്പെടുന്ന ലോകത്തിലേക്ക് നമ്മൾ കളർലെസ് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് പരിഹാരങ്ങൾ ഇല്ല. അത് വന്നു പെട്ട് കഴിഞ്ഞാൽ നമ്മളത് കൊണ്ട് നടക്കുക തന്നെ വേണ്ടി വരും.
അടുത്തൊരു ഡിസീസാണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറയുന്ന ഡിസീസ് നമ്മുടെ ശരീരത്തിൽ പ്രഷർ ഇൻസൈഡ് ദി ഐസ് ഇൻക്രീസസ് വെൻ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഒബ്സ്ട്രക്റ്റഡ് റിസൾട്ടിംഗ് ഡാമേജ് ടു റെറ്റിന ആൻഡ് ഫോട്ടോ റിസപ്റ്റേഴ്സ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പ്രധാനമായിട്ട് നമ്മുടെ കണ്ണിലുള്ള അക്വസ് ഹ്യൂമർ, അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ മർദ്ദം കൂടും. അത് റെറ്റിനയ്ക്കും, അതായത് അക്വസ് ദ്രവം അവിടെ മർദ്ദം കൂട്ടുമ്പോൾ റെറ്റിനയ്ക്കും അതിലെ ഗ്രാഹികൾക്കും നാശം വന്ന് നമുക്ക് ബ്ലൈൻഡായി മാറും. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഒരു ബ്ലൈൻഡ് നമ്മൾ പറഞ്ഞതാണ്. സിറോഫ്താൽമിയ എന്ന് പറയുന്ന ഡിസീസ് നമുക്ക് അന്ധതയ്ക്ക് കാരണമാകും. അതേപോലെ തന്നെ അതിമാരകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു, അക്വസ് ഫ്ലൂയിഡ് രക്തത്തിൽ നിന്നുണ്ടായി രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടേണ്ടുന്ന ഒരു പദാർത്ഥമാണ്. അത് സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അത് പ്രഷർ കൂട്ടും, കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂട്ടും. അപ്പോൾ അത് റെറ്റിനയ്ക്കും അതിലെ ഗ്രാഹികൾക്കും സ്ഥായിയായ അല്ലെങ്കിൽ സ്ഥിരമായ നാശം വരുത്തും. അപ്പോൾ അത് ക്രമേണ അന്ധതയ്ക്ക് കാരണമാകും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അടുത്ത ഒരു ഡിസോർഡറാണ് തിമിരം അഥവാ കാട്രാക്ട്. പ്രായമായവരിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസോർഡറാണ്. ലെൻസ് ബിക്കം ഒപ്പേക്ക് റിസൾട്ടിംഗ് ബ്ലൈൻഡ്നെസ്. ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്നത്. ഇതും ബ്ലൈൻഡ്നെസ്സിന്, അന്ധതയ്ക്ക് കാരണമാകും. നമുക്കിപ്പോൾ ഈ ഒരു കണ്ണ് ഇവിടെ നോക്കിയാൽ കാണാം. നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ കൃഷ്ണമണി ഇങ്ങനെ ഒരു നിറത്തോടു കൂടി നമ്മൾ കാണാറില്ല. ഈ കൃഷ്ണമണിക്ക് പിന്നിൽ നമ്മുടെ ലെൻസ് അതാര്യമായി, അപ്പോൾ ലെൻസിലൂടെ പ്രകാശത്തെ കടത്തി വിടുന്നില്ല. ആ അവസ്ഥയാണ്, അതുകൊണ്ടാണ് ഈ നിറത്തോടു കൂടി അവിടെ ആ ലെൻസാണ് നമ്മൾ സത്യത്തിൽ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ലെൻസ് ഇത് ക്ലിയർ ആയിരുന്നു എങ്കിൽ നമ്മളിവിടെ ഈ ഒരു കളർ ഇവിടെ കാണില്ല, പ്രകാശം കടന്നു പോകും. ഇത് പ്രകാശം കടന്നു പോകുന്നില്ല. ആ അതാര്യമായിട്ടുള്ള ലെൻസാണ് കൃഷ്ണമണിയുടെ ഉള്ളിലൂടെ നമ്മൾ കാണുന്നത്. ഒരു ഷട്ടർ ഇട്ട പോലെ അത് കാണുകയാണ്. ലൈറ്റിനെ റെറ്റിനയിലേക്ക് കടത്തിവിടില്ല. റെറ്റിനയിലേക്ക് കടത്തിവിട്ടില്ലെങ്കിൽ നമുക്ക് കാഴ്ച ഉണ്ടാകില്ല. ആ അവസ്ഥയാണ് തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്ന അവസ്ഥ. നമുക്ക് മറ്റൊരു രോഗമാണ്, സാധാരണ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു അസുഖമാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്ടൈവൈറ്റിസ്. ഇൻഫെക്ഷൻ ഓഫ് ബാക്ടീരിയ ഓർ വൈറസ് ടു ദി കൺജങ്ക്ടൈവ കോസസ് റെഡ് ഐ വിത്ത് പെയിൻ. ബാക്ടീരിയോ വൈറസോ മൂലം നേത്രാവരണം ചുവന്നു വരികയും വേദനിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്ടൈവൈറ്റിസ്. നമ്മൾ കണ്ണിക്കേട് എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥ. ഇത് ഒരു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസാണ്, സമ്പർക്കം വഴി പകരുന്നതാണ്. ഇതിൽ നമ്മുടെ കണ്ണിൽ ഇത് ബാധിച്ചിട്ട് ബാക്ടീരിയ വൈറസ് ആയത് മൂലം ഇതൊരു പകർച്ച രോഗമാണ്. ഇത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, നോക്കിയാൽ പകരുമെന്നുള്ളതൊക്കെ. ഇത് സമ്പർക്കം മൂലം പകരുന്ന ഒരു അസുഖമാണ്. നമ്മുടെ കണ്ണിലുള്ള സ്രവങ്ങൾ മറ്റുള്ള ആളുടെ ശരീരത്തിൽ പറ്റി അയാളുടെ കണ്ണിലേക്ക് അത് എത്തുന്നത് വഴി ബാക്ടീരിയ വൈറസും അവരുടെ കണ്ണിലെത്തുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നിത്യജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസീസും ഡിസോർഡേഴ്സുമാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കണ്ടത്, മനസ്സിലാക്കിയത്. നേത്ര സംരക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരത്തിൽ വിറ്റാമിൻ എ അടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തുക. ഇവിടെ വിറ്റാമിൻ എന്നാണ്, അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. വിറ്റാമിൻ എ എന്ന് വായിക്കുക, അടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തുക. ദെൻ അവോയ്ഡ് ഫോളിംഗ് ഓഫ് ലൈറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ലൈക്ക് ദി സൺ. സൂര്യനെ പോലെയുള്ള വസ്തുക്കളെ നമ്മൾ നേരിട്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ നോക്കാതിരിക്കുക. തീവ്രപ്രകാശത്തിലേക്ക് നേരിട്ട് നോക്കരുത്, അത് നമ്മൾ കണ്ണിന് സാരമായിട്ടുള്ള ദോഷം ഉണ്ടാക്കും. ഐസ് അവോയ്ഡ് റീഡിംഗ് അണ്ടർ ഡിം ലൈറ്റ്. മങ്ങിയ വെളിച്ചത്തിൽ വായിക്കുന്നത് ശീലാക്കരുത്. കൺട്രോൾ വാച്ചിങ് മൊബൈൽ, കമ്പ്യൂട്ടർ ഓർ ടി വി കണ്ടിന്യൂസ്ലി. മൊബൈൽ, കമ്പ്യൂട്ടർ, ടി വിയുടെ ഉപയോഗം ദീർഘനേരം അത് ഉപയോഗിക്കരുത്. ശുദ്ധജലം ഉപയോഗിച്ച് ഇടയ്ക്കിടെ കണ്ണുകൾ കഴുകുക. ഫ്രീക്വൻ്റ്ലി വാഷ് അവർ ഐസ് വിത്ത് പ്യുവർ വാട്ടർ. ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട്
നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് സംരക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പോസ്റ്ററാണ് മരണശേഷവും നിങ്ങളുടെ കണ്ണുകൾ ഈ ലോകം കാണട്ടെ, നേത്രദാനം മഹാദാനം. നമ്മൾ രക്തദാനം മഹാദാനം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തം നമുക്ക് മറ്റുള്ളവർക്ക്, ജീവന് ഭീഷണിയായി നിൽക്കുന്ന മറ്റുള്ളവർക്ക് നമ്മുടെ രക്തം കൊടുക്കുന്നത് മൂലം ഒരുപക്ഷെ അവരുടെ ജീവൻ രക്ഷപ്പെട്ടേക്കാം. ഇവിടെ അന്ധത ബാധിച്ച ഒരു വ്യക്തിക്ക്, ഈ ലോകത്തെ നിറങ്ങളും കാഴ്ചകളും കാണാത്തൊരു രോഗിക്ക് നമുക്ക് അവരുടെ ജീവിതം കൂടുതൽ ആനന്ദദായകരമാക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കാനായിട്ട് നമ്മുടെ മരണശേഷം നമ്മുടെ കണ്ണുകൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ കണ്ണുകൾ നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാവുന്നതാണ്. മേ യുവർ ഐ സീ ദിസ് വേൾഡ് ഈവൻ ആഫ്റ്റർ ഡെത്ത്. മരണശേഷം മറ്റുള്ളവർക്ക് ഒരു കാഴ്ച, നമ്മുടെ ഒരു അവയവം ഉപയോഗിച്ച് കാഴ്ച സാധ്യമാകും നമുക്ക്. അതുകൊണ്ട് ഐ ഡൊണേഷൻ ഒരു ലൈഫ് ഡൊണേഷനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആ പോസ്റ്റർ ഒന്ന് നോക്കുക. ഡൊണേറ്റ് യുവർ ഐസ് ഫോർ ദി ബ്ലൈൻഡ്. അത് നമ്മുടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഒരു ഡൊണേറ്റ് ചെയ്യുന്ന ഐ ഡൊണേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടുന്ന ഫോമാണ്. ഡിക്ലറേഷൻ ആൻഡ് കൺസെൻറ്റ് ഫോം, നമ്മുടെ സമ്മതപത്രമാണ്. ഇത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, നമ്മുടെ കണ്ണുകൾക്കൊന്നും പ്രശ്നമില്ലാത്ത ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഫോം നമ്മൾ പൂരിപ്പിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലുള്ള, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുത്തേൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മുടെ വീട്ടുകാരോട് സമ്മതത്തോടു കൂടി നമ്മുടെ അവർ ഫോൺ നമ്പറൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ മരണം അറിയിച്ചു കഴിഞ്ഞാൽ അവർ നിശ്ചിത സമയത്തിനുള്ളിൽ വന്ന് നമ്മുടെ കണ്ണ് അവർ കളക്ട് ചെയ്യും. അത് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മുടെ മരണശേഷം നമ്മുടെ കണ്ണ് മൂലം അവർക്ക് കാഴ്ച വലിയൊരു ദാനമാണ്, വലിയൊരു സൽപ്രവൃത്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോമാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. നമുക്കത് ഒരു അവയർനെസ്സിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അസൈൻമെൻറ്റ് വർക്കുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. നിങ്ങൾ വായിക്കുക, ചെയ്യുക എന്നുള്ളതാണ്. ഈ വീഡിയോ ക്ലാസ്സിന് ശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് അസൈൻമെൻറ്റ് വർക്കുകളാണ്. നിങ്ങൾക്കത് പൂരിപ്പിക്കാനായിട്ട് സാധിക്കും. വെൻ റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ദി സൈസ് ഓഫ് പ്യൂപ്പിൾ ഡാഷ്. വെൻ സീലിയറി മസിൽസ് കോൺട്രാക്ട് ദി കർവേച്ചർ ഓഫ് ലെൻസ് ഡാഷ്. റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? സീലിയറി പേശികൾ സങ്കോചിക്കുമ്പോൾ ലെൻസിൻ്റെ വക്രതയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങളത് നിങ്ങളുടെ സാൻസ്റ്റൈലിൽ രേഖപ്പെടുത്തണം. രണ്ടാമത്തെ പവർ ഓഫ് അക്കോമഡേഷൻ, കണ്ണിൻ്റെ സംവേദനക്ഷമത. അഡ്ജസ്റ്റ് ദി കർവേച്ചർ ഓഫ് ലെൻസ് ഡാഷ് ഫോക്കസിങ് ബോത്ത് ഐസ് ഓൺ സെയിം ഒബ്ജക്ട്. ഇവിടെ എന്താണ് വിട്ടുപോയി നമ്മൾ പൂരിപ്പിക്കേണ്ടത്? സംവേദനക്ഷമത എന്ന് പറയുന്നത് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കലാണെങ്കിൽ രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കലിന് എന്ത് പേരാണ് പറയുക? അതാണ് നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ ചോദ്യമായിട്ടുള്ളത് പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ദി ടു ടൈപ്സ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കണ്ടെയ്നിങ് പിഗ്മെൻറ്റ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. പ്രകാശഗ്രാഹികളും നമ്മൾ പറഞ്ഞ ഫോട്ടോ റിസപ്റ്റേഴ്സ്, അവയുടെ പിഗ്മെൻറ്റ്സ് അടങ്ങിയ വർണ്ണങ്ങളും, അവയിൽ പ്രകാശഗ്രാഹികൾ അടങ്ങിയ വർണ്ണകങ്ങളും അവയുടെ ധർമ്മവും പട്ടികപ്പെടുത്തുക, ടേബിളൈസ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി ഡിഫക്ട്സ്. തകരാറുകൾ ഏതെന്ന് കണ്ടെത്തുക. കൺജങ്ക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പേക്ക്. നേത്രാവരണവും കോർണിയും വരണ്ട് അതാര്യമാകുക. നമ്മളത് സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഒരു നിശാന്തതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖത്തിനെ കുറിച്ച് നമ്മളവിടെ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ കണ്ടെത്തി എഴുതുക. ലെൻസ് ബി ക്വസ്റ്റ്യൻ ലെൻസ് ബിക്കെയിം ഒപ്പേക്ക്. നേത്ര ലെൻസ് അതാര്യമായിരിക്കുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പ്രമേഹ രോഗവും വയസ്സായവരിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഡിസീസിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ ഒന്നുണ്ടാവും. നിങ്ങളത് എഴുതുക. ദെൻ സി ക്വസ്റ്റ്യൻ റീ അബ്സോർപ്ഷൻ ഓഫ് ദി അക്വസ് ഫ്ലൂയിഡ് ഈസ് ഒബ്സ്ട്രക്റ്റഡ്. അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെട്ടിരിക്കുന്നു. അതുമൂലമുണ്ടാകുന്ന അതിമാരകമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഡിസീസായിട്ട് പറഞ്ഞു. ഒരു സൂചന കൂടി നമുക്കിവിടെ തരാം. ഈ മൂന്ന് രോഗവും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബ്ലൈറ്റ്നസ്, സ്ഥിരമായിട്ടുള്ള അന്ധതയ്ക്ക് കാരണമാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ നിങ്ങളത് എഴുതുക, പഠിക്കുക എന്നുള്ളതാണ്. കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള
എല്ലാ ആശയങ്ങളും നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വിക്ടേഴ്സ് ചാനലിലും നമ്മളിപ്പോൾ 2 വീഡിയോ ക്ലാസ്സിലൂടെ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന മുറയ്ക്കൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണണം. നമുക്കിപ്പോൾ സ്കൂളിൽ വന്ന് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലയെന്നറിയാം. പിന്നെ മാഷ് തരുന്ന വീഡിയോ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. വിക്ടേഴ്സ് ചാനലിൽ കണ്ടതിന് ശേഷം നമ്മൾ ആ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഇടുന്നത്. നമുക്കറിയാം നമ്മൾ SSLC കുട്ടികളാണ്. നമുക്ക് സ്കൂളിൽ പ്രത്യേക സാഹചര്യം കൊണ്ട് പടഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സ്കൂൾ തുറന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിവിഷൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അനുസരിക്കുക എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. ഞാൻ ഇടുന്ന വീഡിയോ ക്ലാസ് പലരും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാഷ്ക്ക് അറിയാം നിങ്ങൾ എത്ര പേര് കണ്ടു എന്നൊക്കെ. നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ലിങ്ക് വെച്ച് തരുമ്പോൾ എത്ര പേര് അത് കണ്ടു എന്നൊക്കെ അറിയാനായിട്ട് മാഷ്ക്ക് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ആശയം നിങ്ങളോട് പറയുകയാണ്. നിർബന്ധമായും ഈ ക്ലാസ് നിങ്ങൾ കാണണം. ഞാൻ എടുക്കുന്ന ക്ലാസ്സും മറ്റ് ടീച്ചർമാരെടുക്കുന്ന ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ അവർ ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ അരിമ്പൂർ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈ ക്ലാസ്സുകൾ കാണണം. കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ് കണ്ടു എന്നുള്ള ആ ഒരു അറിയിപ്പ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ടീച്ചർമാർക്ക് നിങ്ങൾ നൽകണം. ക്ലാസ് കണ്ടു എന്ന് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു കൈയിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, കൈ ഉയർത്തുന്ന ചിഹ്നം. പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ കൈ ഉയർത്തുന്നൊരു ചിഹ്നമുണ്ട്, ആൺകുട്ടികളാണ് ആൺകുട്ടികൾ കൈ ഉയർത്തുന്നൊരു ചിഹ്നമുണ്ട്. അപ്പോൾ ആ ചിഹ്നം നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾ ഞാൻ ക്ലാസ് കണ്ടു എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ കുറേ ബിസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ചിഹ്നം നിങ്ങൾ ഇടണം. നിങ്ങൾ കാണുകയും വേണം. അല്ലാതെ ഇത് വന്ന വഴിക്ക് തന്നെ ഇത് തുറക്കണതിന് മുമ്പ് തന്നെ ആ ചിഹ്നം ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് സ്കൂളിൽ വന്നിട്ട് നമുക്കറിയാം, സ്കൂളിൽ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിറ്റേ ദിവസം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ ഉത്തരങ്ങൾ പറയാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏറ്റവും ആദ്യത്തെ കാര്യം ക്ലാസ് കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ക്ലാസ് കാണണം. ക്ലാസ് കണ്ടു കഴിഞ്ഞ കുട്ടികൾക്ക് എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനൊക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ വാശിയൊക്കെ എടുത്ത് മൊബൈലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പോൾ അത് നിങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കരുത്. അത് കുറച്ച് സമയമൊക്കെ നിങ്ങൾ മറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ച ചിലർക്ക് വീഡിയോ ഗെയിം കളിക്കാന്നൊക്കെയാണ് കേട്ടത്. ചിലർ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണണു. പാരൻസ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവരത് കഷ്ടപ്പെട്ട് അവരത് സംഘടിപ്പിച്ച് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മൊബൈൽ കുറച്ച് സമയം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് ഉപയോഗപ്പെടുത്തുക. നിർബന്ധമായും മാഷ് പറയുകയാണ്, സ്നേഹത്തോടു കൂടി പറയുകയാണ്, കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ വരുന്നതും കാണണം. നമ്മുടെ സ്കൂളിൽ നിന്നും ടൈം ടേബിൾ അനുസരിച്ച് തരാം. എല്ലാ വിഷയത്തിൻ്റെയും കൂടിയിട്ടാണ് മാഷ് പറയുന്നത്, ബയോളജിക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ എല്ലാ വിഷയവും, അപ്പോൾ ബയോളജിയിൽ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയണു, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കണ്ട വിവരങ്ങൾ അതാത് വിഷയമെടുക്കുന്ന അധ്യാപകർക്ക് കാണാൻ വേണ്ടിയിട്ട് ആ അധ്യാപകർ രൂപീകരിച്ച ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ നിങ്ങൾ ബയോളജി ക്ലാസ് കണ്ടു എന്നുള്ള ഒരു അറിയിപ്പ് നിങ്ങൾ നൽകണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് അനുസരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത സെൻസ് ഓർഗനുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ്.